ജിൽസി കിഫ്ബി വഴി സമാഹരിച്ച തുക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചിലവഴിച്ചത് ചട്ടലംഘനമാണെന്നാണ് ഇപ്പോൾ ഇഡിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്നത്തെ കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് കൂടി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒപ്പം അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്, ഒപ്പം കിഫ്ബിയുടെ പ്രസിഡന്റായിരുന്ന അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 3 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തോമസ് ഐസക്കിന്, അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു. KM അബ്രഹാമിന് അന്ന് നോട്ടീസ് നൽകിയിരുന്നു. ഈ 2 പേരും നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അന്ന് തോമസ് ഐസക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതി അന്ന് അന്വേഷണം സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ല. അന്ന് പക്ഷേ തോമസ് ഐസക്ക് വാദിച്ചത് താൻ അന്ന് ധനകാര്യമന്ത്രി എന്ന നിലയ്ക്കാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗവാക്കാവുന്നത്. അതുകൊണ്ട് പിന്നീട് താൻ ധനകാര്യമന്ത്രി അല്ല, ഇപ്പോൾ നിലവിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ല. അതുകൊണ്ട് ഇതിന് മറുപടി പറയാൻ തനിക്ക് ബാധ്യതയില്ല എന്നായിരുന്നു. പക്ഷേ അന്വേഷണം തുടരാമെന്നായിരുന്നു അന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തത്. 2019 ജൂൺ 17 തീയതി കിഫ്ബി ചെയർമാനായിരുന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിറ്റഴിക്കാൻ. ഒരു നിമിഷം, ഞാനിപ്പോൾ മടങ്ങിയെത്താമ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അന്ന് രമേശ് ചെന്നിത്തല അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതൊരു വലിയ തട്ടിപ്പിന്റെ ഭാഗമാണ് ഈ പദ്ധതി, വലിയ അഴിമതിയാണ് ഈ പദ്ധതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ED നോട്ടീസ്, അത് ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടാണ്. അന്നത്തെ കിഫ്ബി ചെയർമാനായിരുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ ED നോട്ടീസ് കിട്ടുമ്പോൾ പ്രതിപക്ഷം എങ്ങനെ കാണുന്നു? ഈ മസാല കൊണ്ട് ബന്ധപ്പെട്ട് കോടികളുടെ നഷ്ടം നമുക്കുണ്ടാകുന്നുണ്ടെന്നും അവിടെ നിന്ന് CPM-ന്റെ പ്രഖ്യാപിത നിലപാടിന് വ്യത്യസ്തമായി അവർ പോയി എന്നുള്ളത് രാഷ്ട്രീയപരമായ പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് വഴി പണം സമാഹരിക്കുക വഴി രാജ്യത്തിന് നഷ്ടമുണ്ടാകുന്നുണ്ട് എന്ന് അത് പ്രതിപക്ഷം തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. ഇപ്പോ ഈ EDയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിക്കെതിരായി ഇതുവരെ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇത്തരം നോട്ടീസ് അയക്കുകയും അതേ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പേരുടെ അന്വേഷണവും മുഖ്യമന്ത്രിയുടെ ഒരുപാട് അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇതിലൊന്നും ഒരു നടപടിക്രമവും ഉണ്ടാകാതിരിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. ഇത് അവർ തമ്മിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി നടത്തുന്ന എന്തെങ്കിലും ആയിരിക്കാം. ഏതായാലും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷം നേരത്തെ തന്നെ ഇതിലുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മസാല ബോണ്ട് പിന്നിൽ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ തോമസ് ഐസക് അതിനെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പാർട്ടി നേതൃത്വം വരും മണിക്കൂറുകൾ വ്യക്തമാക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കളുടെ പ്രതികരണത്തിന്. സുനിൽ, തുടരാം. ജിൽസി, മസാല ബോണ്ട് വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ അന്ന് ഇടതുപക്ഷത്തിനിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ഒരു ഇടതുപക്ഷ നയമായിരുന്നോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു വിദേശ രാജ്യത്തുള്ള പോയി അവിടെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നത് ശരിയാണോ, അതൊരു ഇടത് നയമാണോ എന്ന ചോദ്യമാണ് അന്ന് പ്രധാനമായും ഉയർന്നു വന്ന ഒരു കാര്യം. മറ്റൊന്ന്, 9.72% പലിശയ്ക്കാണ് ഈ 2153 കോടി രൂപ കിഫ്ബി സമാഹരിക്കുന്നത്. ഇതിലും കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ രാജ്യത്ത് പലയിടങ്ങളിൽ നിന്നും പല അതോറിറ്റിയിൽ നിന്നും പണം സംസ്ഥാന സർക്കാരിന് കിട്ടുമെന്നിരിക്കെ എന്തിന് ഇത്ര ഉയർന്ന പലിശയ്ക്ക് ഒരു വിദേശ രാജ്യത്ത് പോയി തുക സമാഹരിച്ചു, പണം സമാഹരിച്ചു എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. പക്ഷേ ഇതിനൊക്കെ സംസ്ഥാന സർക്കാർ നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത്, പ്രളയം മൂലം എല്ലാം തകർന്ന ഒരു നാട് അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പരമാവധി തുക സമാഹരിക്കുക, അത് നാടിന്റെ അടിസ്ഥാന വികസനത്തിന് ചിലവഴിക്കുന്നത് എന്ത് തരത്തിലുള്ള തെറ്റാണ് എന്ന ചോദ്യമാണ്, എന്ന മറു ചോദ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചത്. മറ്റൊരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചത്, പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന നിലയ്ക്ക്, ഇത് ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള ഒരു കമ്പനിക്കാണ് ഇതിന്റെ കൂടുതൽ ഓഹരികൾ വിറ്റഴിച്ചത് എന്ന ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച പ്രധാന ആരോപണം അതായിരുന്നു. അതായത് ഈ ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥർ അന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചു. അതിനുശേഷം ഈ സർക്കാരുമായി ചില ചർച്ചകൾ, കൂടിയാലോചനകളൊക്കെ നടത്തിയിട്ടുണ്ട്.
ചില ദുരൂഹതകളുണ്ട് ഈ കച്ചവടത്തിൽ. അതുകൊണ്ടാണ് ലാവ്ലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള ഒരു കമ്പനിക്ക് ഇതിന്റെ വലിയ തോതിലുള്ള ഓഹരികൾ വിറ്റഴിച്ചത് എന്ന ആരോപണം അത്തരത്തിലും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലക്ക് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് അന്ന് മുഖ്യമന്ത്രിയും ഒക്കെ. എന്തായാലും ഇപ്പോൾ ഈ അഡ്വക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ഒരു കംപ്ലൈന്റ് എന്ന നിലയ്ക്കാണ് ED ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു നിയമവശം ഒരുപക്ഷെ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് പോലെ ഒക്കെയുള്ള ഒരു പ്രൊസീജിയറാണ്, അത്തരമൊരു പ്രൊസീജിയറാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിൽ എന്തായാലും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ നോട്ടീസിന് 2 തരത്തിൽ മറുപടി നൽകാം. ഒന്ന് നേരിട്ട് നൽകാം, അല്ലെങ്കിൽ അഭിഭാഷകൻ നൽകുകയോ പ്രതിനിധി വഴിയോ EDക്ക് മറുപടി നൽകാം. ഈ നോട്ടീസ് പരിശോധിച്ചതിന് ശേഷം പഠിച്ച ശേഷമായിരിക്കും ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് ED കടക്കുക. അത് കടക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 നോട്ടീസുകൾ KM അബ്രഹാമിനും ഒപ്പം സുനിൽ, അതായത് അതെ സുനിൽ സൂചിപ്പിച്ചു വരുന്നത് തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 നോട്ടീസുകൾ നൽകിയിരുന്നു. അതിൽ 2 പേരും വിശദീകരണം നൽകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ കേസ് പൊടി തട്ടിയെടുക്കുകയാണോ? കാരണം മുഖ്യമന്ത്രിയോട് ഇപ്പോൾ വീണ്ടും വിശദീകരണം ചോദിച്ച സാഹചര്യത്തിൽ അപ്പോൾ നേരത്തെയുള്ള ഒരു വിശദീകരണം തൃപ്തികരമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ചെയർമാൻ എന്ന രീതിയിൽ നേരത്തെ മുഖ്യമന്ത്രിക്ക് ഇതിൽ വലിയ റോൾ ഇല്ല എന്നുള്ള കാര്യം കിഫ്ബി തന്നെ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്.